ഞാൻ ഡോക്ടർ ടിഷ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പലയിടത്തും ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ കണ്ടുവരുന്ന മാമ്പഴത്തെ പറ്റിയിട്ടാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും പച്ചമാങ്ങയും പഴുത്തമാങ്ങയും ഒക്കെ കല്ലെറിഞ്ഞ് വീഴ്ത്താത്തവരായിട്ട് നമ്മുടെ ഇടയിൽ ആരും തന്നെ കാണില്ല. സോ അന്ന് നമ്മൾ കല്ലെറിഞ്ഞ് വീഴ്ത്തുമ്പോഴത്തേക്കും മാമ്പഴത്തിന് ഇത്രയും ഗുണങ്ങളുണ്ടോ എന്നൊന്നും നമ്മൾ അന്വേഷിക്കാറുണ്ടായില്ല. സോ എന്തൊക്കെയാണ് മാമ്പഴത്തിൻ്റെ ഗുണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് 2 ഗുണങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ്. ഒന്ന്, മലബന്ധത്തിന് മാമ്പഴം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റും നല്ല രീതിയിലുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡൈജഷൻ പ്രോബ്ലം ഉള്ളവർക്ക് മാമ്പഴം ഡെയിലി കഴിക്കാം. എൻസൈം ആയിട്ടുള്ള അമിലേസ് അതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് അത് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനെ നല്ല രീതിയിൽ അത് ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയും നമ്മുടെ LDL ബാഡ് കൊളസ്ട്രോളിനെ അത് കുറച്ച് കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യും. മറ്റൊന്ന്, ഇമ്മ്യൂണിറ്റിക്ക് മാമ്പഴം ഡെയിലി കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ ബെസ്റ്റാണ്. രോഗാണുബാധയ്ക്ക് പൊരുതാനായിട്ടുള്ള ബോഡിയിൽ ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്യാനായിട്ട് മാമ്പഴത്തിനെ കൊണ്ട് സാധിക്കും. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് മാമ്പഴം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. മറ്റൊന്ന്, മാമ്പഴത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുള്ളതെന്ന് വെച്ചാൽ വൈറ്റമിൻ A, B, C, മെഗ്നീഷ്യം, പൊട്ടാസ്യം ഇവയെല്ലാം നല്ല രീതിയിൽ മാമ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ A അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടികളുടെ ആ ഒരു കണ്ണിൻ്റെ ആരോഗ്യത്തിന് മാമ്പഴം അവർക്ക് ഡെയിലി കൊടുക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ്റെ അളവ് നല്ല രീതിയിൽ കൂട്ടാനും ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീന് കുറയ്ക്കാനും ഈ ഒരു മാമ്പഴം കൊണ്ട് സാധിക്കും. സോ മാമ്പഴം കൊണ്ട് നമുക്ക് പല രീതിയിലുള്ള റെസിപ്പീസ് പ്രിപ്പയർ ചെയ്യാം, ട്രൈ ചെയ്യാം. എങ്കിലും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷ് നമുക്ക് ഇപ്പോൾ പരിചയപ്പെടാം. ഫൈബറിന് ഒരു രീതിയിലും തന്നെ നമ്മൾ നഷ്ടപ്പെടുത്താത്ത രീതിയിൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുമാണ് ഈ ഒരു ഡിഷ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇതിൽ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരിക്കലും അരിച്ചെടുക്കില്ല. ഉണ്ടാക്കുന്ന ആ ഒരു ജ്യൂസ് ആ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള അതുപോലെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ നിങ്ങൾ തൊലി കളഞ്ഞെടുക്കുക. നിങ്ങൾക്ക് 1 or 2 യൂസ് ചെയ്യാം. അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മധുരമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചസാര ഉപയോഗിക്കണം എന്നില്ല. പിന്നെ അതുപോലെ ഏലക്ക, 3 ഏലക്ക നമുക്ക് ഇതിന് ആവശ്യമുണ്ട്. ഏലക്കയുടെ ഗുണങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ശ്വാസസംബന്ധമായ രോഗങ്ങൾക്കും അതുപോലെ തന്നെ സ്കിൻ ഡിസീസിനും പിന്നെ മറ്റൊന്ന് കൊളസ്ട്രോളും അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കും ഏലക്ക വളരെ ബെസ്റ്റാണ്. മറ്റു ഗുണങ്ങളും ഒരുപാടുണ്ട്. ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും റിച്ച് ആണ് ഏലക്ക. നമ്മൾ മിക്സിയിലേക്ക് ഇടുവാണ്. തൊലി കളഞ്ഞ ഏലക്കയാണ് കേട്ടോ ഇടേണ്ടത്. പിന്നെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാര ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുക്കുന്നത്. ഇനി ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത് കണ്ടോ, കട്ടിയായിട്ടാണ് നമ്മൾ അടിച്ചെടുത്തേക്കുന്നത്. ഇതിനി നിങ്ങൾ ഫ്രീസറിൽ വെച്ച് കുറച്ച് നേരം തണുപ്പിക്കുക. ഒരു ക്യൂബ് ഫോമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ മാംഗോ ഐസ്. ഇങ്ങനെ നമുക്ക് സെർവ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ നമ്മളിപ്പോൾ കണ്ട റെസിപ്പി എല്ലാവർക്കും ട്രൈ ചെയ്യാം. ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജ്യൂസ് ആക്കിയാലും അത് അരിച്ചെടുക്കുന്നില്ല. ഫൈബേഴ്സ് അതുപോലെ തന്നെയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അത് കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ല രീതിയിൽ ഉപയോഗിക്കാം. മറ്റൊന്ന്, പഞ്ചസാര ഇടേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അല്ലാണ്ട് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. സോ മാമ്പഴത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിങ്ങൾ നോക്കിയിട്ടുണ്ട്. മാമ്പഴം റിച്ച് ആയിട്ടുള്ളൊരു സമയമാണ്. നല്ല രീതിയിൽ അത് കഴിക്കുക. മാമ്പഴം എന്ന് പറയുന്നത് ഫ്രൂട്ട്സിൻ്റെ രാജാവ് എന്നാണ് പറയപ്പെടുന്നത്. സോ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.